VM ബിനുവിൻ്റെ ഹർജി ഹൈക്കോടതി തള്ളിയതിൽ ഉള്ള പ്രതികരണമാണ് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P. മോഹനൻ മാസ്റ്റർ പറയുന്നത്. വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ബിനുവിൻ്റെ ഉത്തരവാദിത്വമായിരുന്നു. എന്നാൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ബിനുവിനെ അപമാനിക്കുകയാണ് ചെയ്തതെന്നും മോഹനൻ മാസ്റ്റർ പറഞ്ഞു. മോഹനൻ മാസ്റ്റർ വാക്കുകൾ. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി VM ബിനുവിന്റെ നിരസിച്ചിരിക്കുകയാണ്. സെലിബ്രിറ്റികൾക്ക് പ്രത്യേക പരിഗണനയില്ല, പരാതി ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കട്ടെ എന്ന നിലപാടാണ്, സ്വാഗതാർഹമായ നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഓരോ വോട്ടറുടെയും ഉത്തരവാദിത്വമാണ്. അത് അദ്ദേഹം ചെയ്തില്ല. അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ ഒരു നിർവഹണത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്ന വീഴ്ചയാണ്. എന്നാൽ അദ്ദേഹം ഒരിക്കലും കോൺഗ്രസിന്റെ പിന്നാലെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞ അഭ്യർത്ഥനയുമായി പോയിട്ടില്ല. അതേ അവസരത്തിൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ അദ്ദേഹത്തിന്റെ പിന്നാലെ പിന്തുടർന്ന് വീട്ടിൽ പോലും സ്വൈരം കൊടുക്കാതെ സമ്മർദ്ദം ചെലുത്തി അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ നിർബന്ധിക്കുകയായിരുന്നു. ആ കോൺഗ്രസിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു അദ്ദേഹം 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തിട്ടില്ല, അന്ന് വോട്ടർ പട്ടികയിലെ പേരുണ്ടായിരുന്നില്ല എന്ന്. അറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ അപമാനിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. കോൺഗ്രസ് ഇങ്ങനെ ഒരു നിലപാടെടുത്ത് തന്നെ പൊതുമണ്ഡലത്തിൽ അപമാനിച്ചിട്ടുള്ള സാഹചര്യത്തിൽ അത് സംബന്ധിച്ച് നല്ല പര്യാലോചന നടത്തുന്നതിന്, കോൺഗ്രസിന്റെ യഥാർത്ഥ ഉള്ളടക്കം കോൺഗ്രസിനെ തിരിച്ചറിയുന്നതിന് VM ബിനുവിന്റെ മുമ്പിൽ ലഭ്യമായിട്ടുള്ള ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അവസരമാണിത്.